ഇന്ന് ആദ്യമായിട്ടാണ് ഈ പ്രോജക്റ്റിന്റെ കസ്റ്റമറെ ഞാൻ കാണുന്നത്. അഞ്ചാറ് മാസം മുമ്പ് ഒരു ഡിസൈൻ സ്റ്റേജ് ഇവാലുവേഷൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം വിദേശത്തിരിക്കുന്ന കസ്റ്റമറുമായിട്ട് പലതരത്തിൽ നമ്മൾ ഗൂഗിൾ മീറ്റിലൂടെയും വാട്സപ്പിലൂടെയും അല്ലാതെയും സംസാരിക്കുകയും അതിനുശേഷം ഡിസൈൻ ഫൈനലൈസ് ചെയ്ത് ഭംഗിയായിട്ട് എക്സിക്യൂഷൻ പ്രോസസ്സ് നടക്കുകയും ആ വർക്ക് തീർന്നതിന് ശേഷം കസ്റ്റമർക്ക് ഒരു സന്തോഷം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അത് എൻ്റെ കഴിവായിട്ടല്ല, ടീം റിപ്പയർ കൊച്ചിയുടെ മൊത്തത്തിലുള്ളൊരു എഫർട്ടായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ സന്തോഷം ഉറക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. റോഡ് ഉയരത്തിലും കെട്ടിടം നിൽക്കുന്ന ഭൂമി താഴെയുമാണ്. ഇപ്പോൾ ഉള്ള കെട്ടിടം എന്ന് പറയുന്നത് ഇത്ര ഹൈറ്റേ ഉള്ളൂ. ഈ റോഡിൽ നിന്ന് കയറി വരാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഇതുണ്ട്, നമുക്കതിവിടെ കാണാണ്ട, ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നല്ലോ, ഇത് പണ്ട് ഒരു കാർ പോർച്ച് ആയിരുന്നു. ഇപ്പൊ നമ്മള് ബാക്കിയുള്ള ഏരിയയിലൊക്കെ കാർ പോർച്ച് മാറ്റി സിറ്റ് ഔട്ട് ആക്കാറുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു കേസ് അല്ലായിരുന്നു. ഇവിടെ പല പല ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം ഈ താഴെ കാണുന്ന ഒരു ഇത് പണ്ട് തൊട്ടേ ഈ റോഡിന്റെ ലെവലിൽ ഈ വീട് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സ്ലാബാണ്. ഈ സ്ലാബിന്റെ മണ്ടയ്ക്കാണ് ഈ കാർ പോർച്ച് വന്നിരിക്കുന്നത്. ഈ സ്ലാബിന്റെ അടിയിൽ ഫുള്ള് സ്ട്രക്ചറാണ്, ഫുള്ള് പില്ലറും ബീമും എല്ലാം കൂടെ ചേർത്ത് നല്ല വലിയൊരു സ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് നമ്മൾ സിറ്റ് ഔട്ട് ആക്കാൻ, അതായത് ഇതിന്റെ ലെവല് താഴെയായിരുന്നു, ഈ സ്ലാബിന്റെ ലെവലിലായിരുന്നു ഈ കാർ പോർച്ച് ഇരുന്നിരുന്നത്. അപ്പൊ നമ്മൾ ഈ സ്ലാബിന്റെ ഈ 3 പടി കയറി ഇത്ര ഹൈറ്റ്, വീടിന്റെ ഹൈറ്റിലേക്ക് ഈ സിറ്റ് ഔട്ട് പൊക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ പല പല ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ നമ്മൾ ഇത്രയും പൊക്കണമെങ്കിൽ ഇതിവിടെ എന്തെങ്കിലുമൊക്കെ ഫില്ലിങ് ചെയ്യേണ്ടതാണല്ലോ. അപ്പം ആ ഒരു ഫില്ലിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടുന്ന് ഇങ്ങനെ ഒരു ബീം, ഇവിടെ ഒരു ബീം, അങ്ങോട്ടും ഒരു ബീമൊക്കെ ചെയ്ത്, അതും അധികം വെയിറ്റ് ഉള്ള ലോഡുള്ള വേസ്റ്റുകൾ ഇട്ട് ഫില്ല് ചെയ്യാണ്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെ ചെറിയ ചെറിയ വേസ്റ്റുകൾ ഇട്ട് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ചെയ്തെടുത്താണ് ഈ ഒരു സിറ്റ് ഔട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വെളിയിലോട്ട് നോക്കാനും ഇവിടുന്ന് ആ വെളിഭാഗം കാണാനും പിന്നെ ന്യൂസ് പേപ്പറൊക്കെ വായിക്കാനും പിന്നെ എന്നൊരു സെറ്റപ്പിന് വേണ്ടി നമ്മളിവിടെ സിറ്റിങ്ങിന് വേണ്ടി ബെഞ്ചസ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇഷ്ടംപോലെ ഷൂ റാക്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റെയിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് താഴോട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന പില്ലറും പണ്ടൊരു റൗണ്ട് പില്ലറായിരുന്നു. അതൊന്ന് രണ്ടും നമ്മൾ ചെത്തി മാറ്റി സ്ക്വയർ ആക്കി ഇവിടെ ഒരു സ്റ്റീൽ ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സേഫ്റ്റി ഇഷ്യൂസ് കാരണം. നമ്മളിതുപോലെ വീട് റെനോവേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമായിരുന്നു. റിപ്പയർ കൊച്ചിയുടെ ഒരു വീഡിയോ കാണുക, അത് നമുക്ക് ഇഷ്ടപ്പെടുകയും നമ്മൾ ശ്യാം ചേട്ടയെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. ശ്യാം ചേട്ടാ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ഇങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോജക്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഡിസൈൻ സ്റ്റേജിലാവട്ടെ, വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാവട്ടെ, സൈറ്റിലൊന്നും വന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ടാകും. വർക്കിന്റെ ഡെയിലി അപ്ഡേറ്റ്സ് സൈറ്റ് എഞ്ചിനീയർ ഹരി ഗ്രൂപ്പിൽ എല്ലാ ദിവസവും സെൻഡ് ചെയ്ത് തരുമായിരുന്നു. പിന്നെ ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. ഗൂഗിൾ മീറ്റിംഗിൽ നമുക്ക് എല്ലാ ഡിസൈൻസ് അപ്ഡേറ്റ്സ് എല്ലാം തരുമായിരുന്നു. പിന്നെ സിംഗിൾ പോയിന്റ് ആൻഡ് കോൺടാക്ട് ആയിട്ട് മീര ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിൻ്റെ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരുന്നു. ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ അവരെല്ലാം സെൻഡ് ചെയ്ത് തരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. നേരത്തെ ഇങ്ങോട്ട് കയറി വരുമ്പം ഇവിടെ ഒരു ഭിത്തിയായിരുന്നു, അപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു ഇവിടെ. അത് മാറി ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആയി. ലിവിംഗ് റൂം വന്നപ്പം ഒത്തിരി സന്തോഷം. ഈ ഒരു പോർഷൻ ഉണ്ടോ, ഈ ഒരു പോർഷൻ ഇത് മുഴുവനും ഇവിടെ ഒരു സ്ലാബ് വാർത്തിട്ട് അതിന്റെ മുകളിലായിട്ട് അങ്ങ് എടുത്തു. അപ്പൊ നേരത്തെ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റോഡിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട്. കാർ പോർച്ചിൽ നിന്ന് വന്ന് ഒരു കോറിഡോറാണ്, നേരെ വരുന്നത് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വാളാണ്. അപ്പൊ ആ വീടിനൊരു ആംബിയൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇവിടെ ഒന്ന് നോക്കിയേ, ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു വാളൊന്നും ഇല്ല, നേരെ നല്ല വലിയൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഡ്രോയിങ് റൂം ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഡൈനിങ് റൂം ഉണ്ട്, ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. ഓപ്പൺ കിച്ചണിലേക്ക് നമ്മുടെ ഡ്രോയിങ് റൂമിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും കാണാനൊന്നും പറ്റില്ല. ഞാനിപ്പോ ഈ നിൽക്കുന്ന സ്ലാബ് ഉണ്ടല്ലോ, ഇതായിരുന്നു മുന്നിവിടെ ഉണ്ടായിരുന്ന സ്ലാബ്. ഈ കാണുന്ന ഡ്രോയിങ് റൂമിന്റെ ഫ്ലോർ ലെവല്, ഈ ഒരു ലെവല് കിട്ടാൻ വേണ്ടി താഴത്തെ വാൾസിന്റെ അലൈൻമെന്റ് എല്ലാം ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് ബീം എല്ലാം സെറ്റ് ചെയ്ത് ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ഫോം ചെയ്താണ് നമ്മൾ ഈ കെട്ടിടം അങ്ങോട്ട് ഫിനിഷ് ചെയ്യേണ്ടി വന്നത്. ഓൾറെഡി 2 കോൺക്രീറ്റ് സ്ലാബ് ഉള്ള സ്ഥിതിക്ക് മൂന്നാമതൊരു സ്ലാബും കൂടെ കൊണ്ടുവന്ന് ഈ സ്ട്രക്ചറിൽ അധികം ലോഡ് താങ്ങാനായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ലായതുകൊണ്ട് നമ്മൾ ട്രഫോർഡ് ഷീറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ട്രഫോർഡ് ഷീറ്റിന്റെ അതിന്റെ താഴെ വീണ്ടും ഇൻസൈഡ് ആയിട്ട് നമ്മൾ ഇൻസുലേറ്റഡ് ബോർഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സീലിംഗ് വന്നതുകൊണ്ട് തന്നെ മുകളിലെ ട്രഫോർഡ് ഷീറ്റിൽ നിന്ന് വരുന്ന ഒരു ചൂടും ഈ റൂമിലേക്ക് കടന്നു വരികയില്ല. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോഴുള്ള സൗണ്ടും ഇല്ല. ഷീറ്റ് റൂഫ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാലും കോൺക്രീറ്റ് റൂഫും ഷീറ്റ് റൂഫും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഷീറ്റ് റൂഫിൽ നമുക്ക് 3 ടെൻഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഷീറ്റ് ഇളക്കിയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരാൻ പറ്റും. ആ ഒരു സേഫ്റ്റി ഇഷ്യൂ കോൺക്രീറ്റ് ബിൽഡിങ്ങിലില്ല. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് റേഡിയൻറ്റ് ഹീറ്റാണ്. നമുക്ക് ഷീറ്റ് റൂഫിൻ്റെ അടിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ചൂട് വന്നിട്ട് നമ്മളെ മുഖത്ത് കടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അത് എന്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അത് റേഡിയൻറ്റ് ഹീറ്റാണ്. ആ റേഡിയൻറ്റ് ഹീറ്റ് നമുക്ക് കട്ട് ചെയ്യണം. സേഫ്റ്റിയുടെ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യണം. പിന്നെ മഴവെള്ളം വീഴുന്ന ശബ്ദം വീടിനകത്ത് വരാനും പാടില്ല. ഈ 3 കാര്യങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ വീടിൻ്റെ പോലെ ഈ വീട്ടിൽ നല്ല ഭംഗിയുള്ള ഫാൾ സീലിംഗ് ഒക്കെ ചെയ്ത് അതിനകത്ത് നല്ല ലൈറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ബിൽഡിംഗ് ആയിട്ട് നമുക്ക് ഷീറ്റ് റൂഫ് ഇട്ട സ്ട്രക്ചേഴ്സിനെ വരെ മാറ്റാൻ പറ്റും. സാറേ, ഞാൻ വേറെ ഒന്ന് കുറിച്ചോളൂ. നിങ്ങൾ നാട്ടിലില്ലാതെ ഒരു പരിചയമില്ലാത്ത ഒരു ടീം ഓഫ് ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒന്നും പറഞ്ഞില്ലേ? അങ്ങനെ പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടായില്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാം ചെയ്യുമ്പോഴും ഫാദറുമായിട്ട് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഫാദറും ശ്യാം സാറിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇതിന് നേരത്തെയുള്ള പ്രൊജക്റ്റിൻ്റെ ക്ലയൻസുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വളരെ നല്ല റിവ്യൂ തന്നത്. പിന്നെ അതുകൊണ്ട് നമുക്ക് ആ ഒരു വിശ്വാസത്തിൻ്റെ പേര് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈമറി ലേഔട്ട് തൊട്ട് മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്റീരിയർ ഡിസൈനിങ് കൊണ്ട് ഭംഗി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, യൂട്ടിലിറ്റിയും ഡ്യൂറബിലിറ്റിയും ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിവിടെ ഒരു വലിയ ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തേക്കുന്നത്. കിച്ചണും ഡൈനിങ്ങും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഡൈനിങ്ങിൽ ഇരിക്കുന്നവർക്ക് സംസാരിക്കാം. പിന്നെ ടി വി കാണുകയും ചെയ്യും. ഇതാണ് നമ്മളെ മെയിൻ വാഷ് ഏരിയ. ഇവിടെയും നല്ല അടിപൊളി കളർ ഡിസൈനാണ് കൊണ്ടുവന്നേക്കുന്നത്. ബ്ലാക്ക്, വൈറ്റ്, വുഡൻ ഫിനിഷും അതുപോലെ തന്നെ അതിന് തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള വാൾ ടൈലുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരു ക്രോക്കറി ഷെൽഫാണ്. ഇതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റും വുഡൻ ഫിനിഷും, ഹാൻഡിൽസ് ബ്ലാക്ക് ആണ് കൊടുത്തേക്കുന്നത്. കിച്ചൺ ഡിസൈൻ എന്നത് നമ്മൾ പ്രൈമറി ലേഔട്ട് തൊട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് 3 സൈഡും നമ്മൾ കബോർഡും സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാക്ക് വേ എന്ന് പറയുന്നത് ഇതിലേ വന്ന് ഇതിലേ മാറും. നമ്മളിതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ മാത്രമായിട്ടല്ല, ഒരു വർക്ക് സ്റ്റേഷൻ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. നാനോ വൈറ്റ് ആണ് നമ്മൾ അതിന്റെ മേളിൽ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കുപ്പി വെള്ളം മറിഞ്ഞു വീണാലും വെള്ളം അതിനകത്ത് തെറിച്ച് വീഴുമെന്ന് പേടിക്കണ്ട. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് അടുക്കളയ്ക്ക് ഒരു ഭംഗി കിട്ടുന്നത്. അതിൽ തന്നെ ടൈല് വരും, ലൈറ്റ് വരും, നമ്മളെ ക്യാബിനറ്റ്സ് വരും, കർട്ടൻസ് വരും. നാട്ടിലില്ലാത്ത ആൾക്കാരില്ലേ, അവർ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ കസ്റ്റമർ സ്ഥലത്തില്ലാതെ മെറ്റീരിയൽ സെലക്ഷൻ ചെയ്യുന്നു, ഡിസൈൻ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർ വന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയോ? ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എനിക്കൊരു സന്തോഷമുണ്ട്. മെറ്റീരിയൽ സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് ദേവിക ഇൻറ്റീരിയറിൻ്റെ ആൾ എപ്പോഴും കുറേ പിക്ചേഴ്സ് സെൻഡ് ചെയ്ത് തരുമായിരുന്നു. അതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുമായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഇതേപോലെ വേണമെന്ന് ഉള്ളത് അയച്ചു കൊടുക്കുമ്പം അവരതിൻ്റെ ഡ്രോയിങ്സ് നമുക്ക് തരുമായിരുന്നു. അതുകൊണ്ട് മെറ്റീരിയൽ സെലക്ഷൻ ഭയങ്കര ഈസി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾക്കത് വലിയ ടെൻഷൻ ഇല്ലാതെ പോയി. ഇത് നമ്മളുടെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഇവിടെ നമ്മൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാം. ഇപ്പോൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. പിന്നെ ഡൈനിങ് സ്പേസും ഓപ്പൺ കിച്ചണുമായിട്ടൊരു കണക്ഷനും ഉണ്ട്. അങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ പഴയ ഉണ്ടായിരുന്ന ഗേറ്റിന്റെ പാർട്സ് നമ്മൾ റീസൈക്കിൾ ചെയ്താണ് ഈ സ്റ്റെപ്പിന് നമ്മൾ ഹാൻഡ് റെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കും. ഈ ഗ്യാസ് വെക്കാനുള്ള കേജ് ഒക്കെ ഇവിടെ പണ്ട് കിടന്നിരുന്ന ആംഗുലർ റീയൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. മുമ്പ് ഈ വീടിന്റെ വെളിയിലായിട്ട്
ഒരു സ്റ്റേ റൂം ഉണ്ടായിരുന്നു, ഔട്ട്സൈഡ് സ്റ്റേ റൂം. ആ സ്റ്റേ റൂമെല്ലാം നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഒരു പുതിയൊരു സ്ലാബ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴത്തെ നിലയിലെ ബെഡ്റൂം ഉണ്ടാവും. ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഇവിടെ ഒരു സർവീസ് സ്റ്റെയർ ഉണ്ടായിരുന്നു. സർവീസ് സ്റ്റെയർ എന്ന് പറയുമ്പോൾ ഈ ഡൈനിങ്ങിൽ നിന്ന് കയറിയിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയാലും കാണാം ടെറസിൽ അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെയർ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. സ്റ്റെയർ മാത്രമല്ല, ടെറസിന്റെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന പോർഷൻസും കൂടി അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. അപ്പം നമുക്ക് ഈ ബെഡ്റൂമിന് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കിട്ടി. അതോടൊപ്പം ഈ ടെറസിന്റെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന പോർഷൻസ് ഒക്കെ പോയതുകൊണ്ട് ഇഷ്ടം പോലെ സ്ഥലം ഈ ടെറസിന്റെ മുകളിൽ കിട്ടി. അത് രണ്ടും നമുക്കൊരു ബെനിഫിറ്റ് അല്ലേ. ഈ ബെഡ്റൂമിന് മുമ്പൊരു ബാത്റൂം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ കാണുന്ന ബാത്റൂം മുമ്പ് ഒരു സ്റ്റേ റൂം ആയിരുന്നു. ആ സ്റ്റേ റൂമെല്ലാം നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്താണ് ഈ ഒരു ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ഭംഗിയാണ്. നമ്മളിവിടെ ചെയ്തേക്കുന്ന ഈ വാർഡ്രോബ് ഒരു വുഡൻ ഫിനിഷും അതുപോലെ ഇവിടെ ഒരു വൈറ്റ് ഫിനിഷും അതിന് ചേരുന്ന പോലെ ഒരു ബ്ലാക്ക് ഹാൻഡിൽസുമാണ് കൊടുത്തേക്കുന്നത്. നമ്മളിവിടെ നോക്കുമ്പോൾ വാർഡ്രോബിൽ ഒരു മിറർ കൊടുത്തേക്കുന്നത് കാണാം. എന്നാൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഓപ്പൺ ആക്കുമ്പോൾ അകത്ത് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ആണ് കാണുന്നത്. നാട്ടിലില്ലാത്ത ഒരു കസ്റ്റമർക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യിക്കുന്നവർക്കും പലതരം പ്രഷറും ടെൻഷനും ഉണ്ടാവും. പ്രധാനമായും കസ്റ്റമർ ആദ്യമായിട്ട് വന്ന് കാണുമ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി ജോലി ചെയ്യുന്നവർക്കും ചെയ്യിക്കുന്നവർക്കും ഉണ്ടാവും. ഹാൻഡ് ഓവറിന് ശേഷം കസ്റ്റമർക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് അതുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോജക്റ്റ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരെ വിളിക്കാൻ പറ്റുള്ളൂ. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നമ്മുടെ മിക്കവാറും എല്ലാ പ്രോജക്റ്റുകളും എത്തുന്നുണ്ട്. അതിന് ടീം റിപ്പയർ കൊച്ചിയിലെ ഓരോ അംഗത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ആർക്കിടെക്ട് ശ്യാമാണ് പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും.